മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലിന് തൊട്ടുമുമ്പ് പ്രദേശത്തിന് സമീപം പാറ പൊട്ടിച്ചിരുന്നുവെന്ന റിപ്പോർട്ടര് വാർത്തയ്ക്ക് പിന്നാലെ നടപടിയുമായി വ്യവസായ വകുപ്പ് മലപ്പുറം ജിയോളജിസ്റ്റിന് കാരണം കാണിക്കല് നോട്ടീസ് നൽകി. റിപ്പോർട്ടര് ടിവി വാർത്ത ചൂണ്ടിക്കാട്ടിയാണ് വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കാരണം കാണിക്കല് നോട്ടീസ് നൽകിയത്. 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. അനധികൃത പാറ പൊട്ടിക്കലിന് അനുമതി നൽകിയത് ആര്, എന്ത് പശ്ചാത്തലത്തിലാണ് അനുമതി നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി നൽകണമെന്നാണ് നിർദ്ദേശം. 1 വർഷത്തോളമായി സ്ഥലത്ത് പാറപ്പൊട്ടിക്കല് നടക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ആദ്യം ബ്ലേഡ് വെച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് പാറ പൊട്ടിക്കാൻ ആരംഭിച്ചതോടെ വലിയ ശബ്ദവും പ്രകമ്പനവും ഉണ്ടാകാൻ തുടങ്ങുകയായിരുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പ്രകമ്പനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വ്യവസായമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്യോഗസ്ഥരെ പ്രദേശത്തേക്ക് അയക്കുകയും പിന്നാലെ ഇവര് പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ മണ്ണിടിച്ചില് നടന്നതിന് ദിവസങ്ങൾക്ക് മുമ്പും പാറ പൊട്ടിക്കല് നടന്നു. അതേസമയം പ്രദേശത്ത് പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചതെന്ന വാദമാണ് നഗരസഭ ഉയർത്തുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പാറ പൊട്ടിക്കൽ നടന്ന സ്ഥല ഉടമ വാദിച്ചിരുന്നു. ഇതിനിടയിലാണ് പാറ പൊട്ടിക്കല് നടന്നുവെന്ന് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രദേശത്തുണ്ടായിട്ടില്ലെന്നും ആരും പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സണ് റിനീഷ അവകാശപ്പെട്ടിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ എടായിപ്പാലം ഭാഗത്തുനിന്നും മീറ്ററുകൾക്കിപ്പുറത്തായി പാറ പൊട്ടിക്കല് നടന്നിരുന്നു. ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് എന്ന രീതിയാണ് ജനവാസമേഖലയിൽ നടത്തിയത്. നാട്ടുകാരടക്കം നേരിട്ടെത്തി സ്ഥലമുടമയോട് തങ്ങളുടെ ആശങ്കയുന്നയിച്ചിരുന്നു. ഇതോടെ പാറ പൊട്ടിക്കൽ നടന്നിടത്ത് ആരും കടക്കാത്ത രീതിയിൽ വലിയ മതിലുകൾ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി. ജനവാസമേഖലയിൽ എങ്ങനെയാണ് ക്വാറിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമായ പ്രവൃത്തി നടത്താന് അനുമതി ലഭിച്ചതെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. Right.